ആടൊരു ഭീകരജീവിയാണ് ആട് 2. ഇപ്പോ ആട് 3 പാർട്ട് 1 ആണ് നമ്മൾ കണ്ടത്. മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു വേറെ ലെവൽ ചിന്താഗതി, അതാണ് ആട് 3. ഇങ്ങനെയൊക്കെ പണം എടുക്കാം. എത്ര പേരെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ MMT ഇതിൽ കത്തിച്ചിട്ടുണ്ട്. കാര്യം അമ്മാതിരി ധൈര്യം വേണം ഇങ്ങനൊരു പണം എടുക്കാൻ. ആടും ആട് 2 ഒക്കെ അറിയാലോ. അങ്ങനെയുള്ള പടങ്ങളുടെ ഒരു മൂന്നാം ഭാഗം വന്നപ്പോ അത് മറ്റൊരു ജേണറിൽ എപ്പിക് ഫാന്റസിയിൽ ഇത്രയും വലിയൊരു സ്കെയിൽ എടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതിന്റെ ഏറ്റവും നല്ലൊരു ഉത്തരം അവര് തോൽവിയിൽ നിന്നാണ് തുടങ്ങിയത്. ഈ ഒരു പടത്തിന്റെ എഴുത്തെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. ഇതിൽ ഇങ്ങനെ ഒരു എപ്പിക് ജേണർ ഷിഫ്റ്റ് നടത്തിയതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഇപ്പൊ ആടെടുത്താൽ നീലക്കൊടുവേലിക്ക് പിന്നാലെ ഓടുന്നു, ആട് 2 കമ്മട്ടത്തിന് പിന്നാലെ ഓടുന്നു, ഇതിലൊരു സ്റ്റാർ ഡസ്റ്റിന് വേണ്ടി ഓടുന്നു. ആട് 2 ഈ രണ്ട് പാട്ടിൽ നിന്നും ആട് 3 ഡിഫറെന്റ് ആക്കുന്നത് ആ ഒബ്ജക്റ്റ് വെച്ച് ഇവര് നടത്തിയ ഒരു എപ്പിക് എക്സ്പെരിമെന്റ് ആണ്. എന്തിന്റെ പിന്നാലെ ഓടുന്ന കുറെ മണ്ടന്മാരെന്ന ആടിന്റെ ടിപ്പിക്കൽ സ്ട്രേറ്റ് ഫോർമുല പിടിക്കാതെ ആ ഒരു ഒബ്ജക്റ്റിനെ വെച്ചൊരു മാരക ഭീകര പരിപാടി. അതിലൂടെ പല ടൈം ലൈനുകൾ തുറന്ന് ഇതിനൊരു യൂണിവേഴ്സ് ആക്കി അതിന്റെ സാധ്യതയും വർദ്ധിപ്പിച്ചു. ഹാർഡ് പോലൊരു പടം വെച്ച് ഇമാതിരി ഹൈ ലെവൽ പരിപാടി പിടിക്കാന്ന് പറയുന്നത് തന്നെ വൻ ഹെവിയാണ്. അതിലൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇനി നമുക്ക് ഈ പടത്തിലേക്ക് വന്നാൽ ആദ്യം ഫസ്റ്റ് ഹാഫ് എടുത്താൽ ഇച്ചിരി ലെങ്ത് കൂടുതലാണ്. ആ ഒരു ഏരിയയിലാണ് കൂടുതൽ ആൾക്കാർ ഒരു ചെറിയ ലാഗ് ഉണ്ടെന്ന് പറയുന്നത്. ചെറിയ ലാഗും അല്ല, ലാഗ് ഉണ്ട്. പക്ഷെ ആ ലാഗ് അവിടെ വേണം. കാര്യം ഇത്രയും വലിയൊരു വേൾഡ് ആണ്, അതിനെ ബിൽഡ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ സമയമെടുക്കും. കാരണം പുതിയൊരു പരിപാടിയാണ് അവർ ഇതിലൂടെ കൊണ്ടുവരുന്നത്. കാര്യം നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് ഹോളിവുഡ് കൊറിയൻ പടങ്ങളൊക്കെ കണ്ടുവരുന്നവരാണ്. ആ നമുക്ക് ഈ ടൈം ട്രാവൽ പരിപാടികളൊക്കെ പെട്ടെന്ന് കത്തും, എക്സ്പെഷ്യലി വേൾഡ് ബിൽഡിംഗ് ഒക്കെ പെട്ടെന്ന് കത്തും. പക്ഷെ മൊത്തത്തിലുള്ള ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മാത്രമല്ലല്ലോ. നമ്മളെക്കാൾ പ്രായം കൂടിയവരും ഉണ്ട്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് കത്തണമെന്നില്ലല്ലോ. അപ്പോ ആ ഒരു രീതിക്ക് നോക്കുമ്പോ ഇത് സെറ്റാണ്. ഒറ്റ പാർട്ടായിരുന്നെങ്കിൽ പറയാം, ഓ ശരിയാ ലാഗ്, ഇതിനീ കണക്കുമല്ലേ. പിന്നെ ഒരേ ഓർഡറിൽ ലീനിയറായി കട്ട് ചെയ്താണ് ഈ പടത്തില് ഈ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒക്കെ വന്നു പോകുന്നത്. ഒരു ചെയിൻ പോലെയാണ് ഈ 3 ടൈം ലൈനും സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഫ്യൂച്ചർ ഒരു സെഗ്മെന്റ്, പ്രസന്റ് ഒരു സെഗ്മെന്റ്, പാസ്റ്റ് ഒരു സെഗ്മെന്റ്, അങ്ങനല്ല. സെഗ്മെന്റ് ആയാണ് വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പാസ്റ്റിലെ പോർഷൻസ് കണ്ടിന്യൂസ് ഫ്ലാഷ് ബാക്ക് ആക്കി കാണിക്കാം. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ എവിടെ പുതുമ എവിടെ? ഈ പടത്തിൽ 3 ടൈം ലൈനും ഒരേ ചെയിനിൽ കൊണ്ടുപോകുന്നത് വൻ നൈസാണ്. അത് ആ ഒരു ഓർഡറിൽ കൊണ്ടുപോവുകയും വേണം, ഓഡിയൻസിനെല്ലാം മനസ്സിലാവുകയും വേണം. മെയിൻ ആയിട്ടും വേൾഡ് ബിൽഡിങ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തീയല്ലേ. ഇനി സെക്കൻഡ് ഹാഫ് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, കൂട്ടിയിട്ട് കത്തിക്കലായിരുന്നു. ഡ്യൂഡ് വന്നതിന് ശേഷം പടം കയറി ചാർജായി. പിന്നെ ക്ലൈമാക്സിൽ അവിടെ കൊണ്ടുവച്ച ആ ഒരു സംഭവമാണ് തീ. ഈ പടത്തിന്റെ മെയിൻ സാധനം അതാണ്. ഇതിന്റെ ഒരു മെയിൻ തീം ഓപ്പൺ ആയിട്ടേ ഉള്ളൂ, അതിലേക്ക് എൻ്റർ ആയിട്ടില്ല. അടുത്ത പാർട്ട് അതൊരു വൻ പരിപാടിയായിരിക്കും, കിടിലൻ കൺസെപ്റ്റാ. അതുകൊണ്ട് നെക്സ്റ്റ് പാർട്ട് ഈസ് ഗോയിങ് ടു ബി വൻ പൊളി. അതിനാണ് വെയിറ്റിംഗ്. അത് കത്തിക്കാനുള്ള എല്ലാ ഐറ്റവും അതിനകത്തുണ്ട്. ഇനി നമ്മുടെ ഷാജി പാപ്പൻ, ജയസൂര്യ 8 കൊല്ലം മുമ്പ് ചെയ്ത ക്യാരക്ടർ അതേ ഫോമിൽ ചെയ്യാന്ന് പറയുമ്പോ മാൻ ഒന്നേ പറയാനുള്ളൂ, കിടിലം. പാപ്പൻ മാത്രമല്ല എല്ലാരും. അങ്ങനെ മൊത്തത്തിൽ ആടൊരു വൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു കോമഡി പടം കണ്ടത് ഇതാണെന്ന് തോന്നുന്നു.